ഹായ് ഹലോ വെൽക്കം ടു ലേണിംഗ് വിത്ത് ചേക്കൂസ് ചാനൽ. അപ്പോൾ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി തലത്തിലെ ഹിന്ദി പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ക്വസ്റ്റ്യൻസാണ് ഡയറിയും അതുപോലെ തന്നെ ലെറ്ററും. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. നമ്മൾ എന്തായാലും എക്സാമിന് പോകുമ്പം ഏതെങ്കിലും ഒരു ഡയറി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ പ്രിപ്പയർ ആക്കിക്കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷേ എക്സാമിന് അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല അല്ലേ. ഇപ്പം നമ്മൾ എഴുതുന്ന ഒരു ഡയറി ആയിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ഇൻസിഡൻസ് തന്നെ ആയിരിക്കണമെന്നില്ല നമുക്ക് ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. ആ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഏതെങ്കിലും ഒരു ചാപ്റ്ററിനകത്തു നിന്നായിരിക്കും ചിലപ്പോൾ ഡയറി ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ച അതേ ചാപ്റ്ററിൽ തന്നെ വരണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, നമുക്ക് ആ ചാപ്റ്ററിനകത്ത് അറിയാവുന്ന ബാക്കി ആൻസറൊക്കെ കൂട്ടി വെച്ച് ഇതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താക്കി വെക്കും അല്ലേ. എന്നാൽ ഇനി അത് വേണ്ട. ഇനി നിങ്ങൾക്ക് ആ ഒരു 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു ടിപ്സ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഫോർമാറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ നമ്മളൊരു ഡയറി എഴുതണം അല്ലെങ്കിൽ എങ്ങനെ നമ്മളൊരു ലെറ്റർ എഴുതണം എന്നാണിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ആരുടെ ഡയറിയാണ്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നമ്മൾ സന്തോഷം കൊണ്ട് ഡയറി എഴുതാം അല്ലേ, പിന്നെ സങ്കടം വന്നാലും നമുക്ക് ഡയറി എഴുതാം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ആ ഒരു ഇതിനകത്ത് പറയുന്നത് സങ്കടമാണോ ഇല്ലെങ്കിൽ അവർ സന്തോഷം വരുമ്പോഴാണോ ഡയറി എഴുതുന്നത്, അതറിഞ്ഞാലേ നമുക്ക് അങ്ങോട്ട് എഴുതി വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ശരിക്ക് ആ ഒരു ടെസ്റ്റിനകത്ത് നമുക്ക് ഒന്നെങ്കിൽ കഹാനിക്കകത്തുനിന്നോ യാത്രാ വിവരണോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് തന്നിട്ട് നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ആ ചാപ്റ്റർ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കുക, ശരിക്കില്ലേ വായിച്ചു വെക്കുക. എന്താ അതിനകത്ത് നടക്കുന്ന സംഭവം എന്ന് നമ്മൾ അറിഞ്ഞു വെക്കണം. ഇല്ലെങ്കിൽ ഒരു സങ്കടമാകുന്ന ഒരു ഇൻസിഡൻസ് നമുക്ക് തന്നിട്ട് നമ്മൾ മീൻസ് ഡയറി എഴുതാൻ പറയുമ്പം നമ്മളത് വായിച്ചു, ഓക്കെ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പരിചയം വേണം. നമ്മുടെ കഥ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിധയാണെങ്കിലും നമുക്ക് അതുമായിട്ടൊരു പരിചയം വേണം. എന്താ നമ്മുടെ കഥ നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡയറി ഒരു ബോക്സിനകത്ത് വേണം നമ്മൾ ഡയറി എഴുതാൻ. ഞാനിവിടെ ബോക്സ് വരച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ബോക്സിനകത്ത് വേണം ഡയറി എഴുതാൻ. ബോക്സ് വരച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് താരീഖ് ദിന എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. താരീഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഡേറ്റ് ആണ്. ഇപ്പം നമ്മൾ കറക്റ്റ് ഒരു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് എനിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞ് അവിടെ ഒരു ഓർക്കണം. അങ്ങനെ അങ്ങനെ നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ ദിനെന്ന് പറഞ്ഞ ദിവസമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതാൻ എളുപ്പമുള്ള ദിവസങ്ങൾ എഴുതി പഠിച്ചിട്ട് പോവുക. അതായത് രവിവാർ, സോമവാർ, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ശനിവാറാണെങ്കിൽ ഏത് ഷായാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ വന്ന് ആകെ ടെൻഷൻ അടിച്ച് കുളവാക്കുമൊന്നും വേണ്ട. പകരം രവിവാർ, സോമവാർ തുടങ്ങിയ എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ എഴുതി പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ താരീഖ് ദിനം തന്നെ എഴുതി വെച്ചോ കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളിനി കാണാതെ പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് സെൻറ്റൻസ്. അതായത് ആജ് കാ ദിൻ മേ കഭി നഹീം ഭൂൽ സക്ത, അതായത് ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, ഇല്ല ഞാൻ മറക്കില്ല. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോവുക. നമുക്കൊരു സന്തോഷമാണെങ്കിലും ഇല്ല സങ്കടം വന്നിട്ടാണെങ്കിലും നമ്മൾ ഡയറി എഴുതുന്നെങ്കിലും ഇല്ല എന്തും ആയിക്കോട്ടെ, ഏതൊരു സന്ദർഭം തന്നാലും നമുക്ക് ഈ ഒരു വരി ഡയറിയുടെ ആദ്യം എഴുതി വെക്കാം. അപ്പോൾ ഇത് എന്തായാലും ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ആജ് മീ ബഹുത്ത് ദുഃഖി അല്ലെങ്കിൽ ബാറിട്ടേക്കുന്നുണ്ടോ ഗുഷ്വും, അതായത് സങ്കടമാണെങ്കിൽ ആജ് മീ ബഹുത്ത് ദുഃഖി എന്ന് നമ്മൾ എഴുതുക. അതല്ല സന്തോഷമാണെങ്കിൽ ആജ് മീ ബഹുത്ത് ഗുഷ്ഹും കേട്ടോ. ദുഃഖിയാണെങ്കിൽ ദുഃഖി ഹുമ്മും, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ അവിടെ ഗുഷ് ഹുമ്മും എന്നെഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ ഡോട്ട് ഇട്ടേക്കുന്നുണ്ടോ, നമുക്ക് ഏത് സന്ദർഭത്തിലാണ് നമ്മളിത് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തരും. അത് നമ്മൾ അതേപടി ആ ഡോട്ട് ഇട്ടേക്കുന്നിടത്ത് എഴുതി വെക്കുക. അതൊന്ന് വായിച്ച് നോക്കിയിട്ടേ എഴുതി വെക്കാവുള്ളൂ കേട്ടോ. അതല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഡയറി എഴുതൂ എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കരുത്. അത് വായിച്ച് ആ സന്ദർഭം ഏതാണോ അതിനകത്ത് ഏതൊക്കെയാണ് 2 പ്രാവശ്യം വായിക്കും നമുക്ക് കിട്ടും എന്തിനെക്കുറിച്ച് എഴുതേണ്ടതെന്ന്. ഇനി അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് നിന്ന് മിസ്സുമാരോട് ചോദിക്കണം, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇല്ല ഇതെന്താണ്.
അങ്ങനെ ഈ ഡോട്ട് ഇട്ടേക്കുന്നിടത്ത് ആ ഒരു സന്ദർഭമാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇല്ല എന്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത് അതാണ് ആ ഡോട്ടുള്ളിടത്ത് എഴുതി വെക്കേണ്ടത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണും. പിന്നെ താഴെ കൊടുത്തേക്കുന്നുണ്ടോ, അഭിമുഖേ നീന്ത് ആ രഹി ഹേ, എനിക്കിപ്പം ഉറക്കം വരുന്നുണ്ട്. ഏക്ക് അച്ഛേ ദിൻ കി പ്രതീക്ഷാമി, അത് കഴിഞ്ഞ് ഡോട്ട്. അതായത് നല്ലൊരു ദിനത്തിൻ്റെ പ്രതീക്ഷയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡോട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ തന്നിരിക്കുന്നതിനകത്ത് ആ ഡോട്ട് ഇട്ടേക്കുന്നിടത്ത് കറക്റ്റ് സംഭവം ഏതാണോ അതെടുത്ത് എഴുതുക. അല്ലാത്തത് മുഴുവനും അതേപോലെ തന്നെ ബൈഹാർട്ട് ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ടത് ഇതേ പാറ്റേണിൽ കോളം വരച്ച് നിങ്ങൾ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇതിന് കിട്ടും. ഫുൾ മാർക്ക് 4-ലായിരിക്കും ഹൈസ്കൂളിലൊക്കെ ചോദിക്കുക. അപ്പോൾ ആ 4 മാർക്ക് കിട്ടും. അതല്ലെങ്കിൽ ഒരു 3.5 അത് കുറവ് എന്തായാലും ഈ ഒരു പാറ്റേണിൽ ഇതേപോലെ തന്നെ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ആ ഒരു 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പത്രമാണ്. പത്രം എന്ന് പറഞ്ഞാൽ എന്താ? പത്രം എന്ന് പറഞ്ഞാൽ ലെറ്ററാണ്. ലെറ്ററും ഇതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഒരു ബോക്സിനകത്താക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ സ്ഥാനും താരീഖും എഴുതണം. അത് മാറിപ്പോകരുത്. ഡയറിക്കായിരുന്നു താരീഖും ദിന്നും. ലെറ്റർ എഴുതുമ്പം സ്ഥാനും താരീഖും വേണം. അതായത് പ്ലേസ് ഡേറ്റ് കേട്ടോ. മുകളിൽ സ്ഥാൻ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ പേര് എഴുതുക. എങ്ങാനും പ്ലേസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ മെൻഷൻ ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതി വെക്കുക. ഇനി ഏതെങ്കിലും എഴുതാൻ പാടാണ് സ്ഥാനം തന്നെ ഇട്ടാൽ മതി. എന്നിട്ട് 2 ഡോട്ട് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ താരീഖ്, ഡേറ്റ്. പിന്നെ നമ്മൾ സംബോധന ചെയ്യാണ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ ടീച്ചേഴ്സിന് സാറ് ഒരു ഫോമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും, റെസ്പെക്റ്റ്. ടീച്ചറിനൊക്കെയാണ് നമ്മൾ റെസ്പെക്റ്റ് ബഹുമാനപൂർവ്വം നമ്മൾ എഴുതും അല്ലേ. അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിലും, ഇതിപ്പോൾ ഫ്രണ്ട് നമ്മുടെ വീട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലുമാണ് എഴുതുന്നതെങ്കിൽ പ്രിയമിത്ര, അതായത് പ്രിയപ്പെട്ട, ഡിയർ എന്നൊരിത് വരും. മിത്ര എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഇവിടെ ഒരു കൂട്ടുകാരൻ എഴുതുന്ന പോലെ കേട്ടോ. ഇല്ല നമ്മളുടെ ആളുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് എഴുതി വെക്കണം. അങ്ങനെ നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത് കേട്ടോ. പിന്നെ സപ്രേം നമസ്കാർ, അതായത് നിങ്ങൾക്ക് നമസ്കാരം പറയാണ്. പ്രിയമിത്ര, ഇപ്പം ഒരു സാറിനാണെങ്കിൽ ആദരണീയ എന്ന് എഴുതിയാലും മതി കേട്ടോ. ആദരണീയ, അതായത് നമ്മൾ എന്താ പറയുക, കുറച്ച് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ അവർക്ക് കത്തെഴുതുന്നതാണ്. റെസ്പെക്റ്റിന് പകരം ആദരണീയ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇതിപ്പോൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് കാണുമല്ലോ. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ നമുക്ക് പ്രിയ, മാം, അമ്മയുടെ പേര് തന്നിട്ടുണ്ട്, അത് എഴുതി വെക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് തും കൈസേ ഹോ, നമ്മൾ ചോദിക്കുവാണ് തും കൈസേ ഹോ, അതായത് സുഖമാണോ. മേഹാം ടീഹും, എനിക്കിവിടെ സുഖമാണ്. ഏക്ക് ഗാസ് ബാത് ബദാനെ കേലി മീമിഹു പത്ര ലിഖ് രഹി ഹും, ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ്, അല്ല ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ്, ഇല്ല പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കാര്യം എന്താണെന്ന് നമ്മുടെ ലെറ്ററിനകത്ത് കാണും. അത് അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുക. എന്ത് കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ആ ഒരു കാര്യം നമ്മൾ എഴുതി വെക്കുക. ബാക്കി ബാത്തേം മിൽക്കർ ബതായെങ്കിൽ ബാക്കി കാണുമ്പോൾ പറയാം. ഗർമി സബ്കോ മേര പ്യാർ ദേന തുമാരി പ്രിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിമാണ്. പ്രിയ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പ്രിയ, തുമാരി പ്രിയ, കണ്ടോ. പിന്നെ നമ്മുടെ പേര് സേവാമേ നാമ പദ, അത് ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവർക്കാണ്. അത് അങ്ങനെ തന്നെ എഴുതണമെന്നില്ല. സേവാമി നാ പദ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അല്ലാതെ കറക്റ്റ് അവരുടെ വീട്ടുപേര് അങ്ങനത്തെ ഒന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സിനകത്താക്കി ഇട്ടാൽ മതി. അപ്പോൾ ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ടീച്ചറിനാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു കവിത തന്നിട്ട് നമുക്ക് ആ കവിത ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ കവിത എഴുതിയ കവിക്ക് നമ്മളൊരു ലെറ്റർ എഴുതുവാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തും കൈസേഹോ മേഹാം ടീഹും അങ്ങനെയൊന്നും എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനിവിടെ സുഖമാണ്, നമ്മളൊരു കവിക്ക് അങ്ങനെ എഴുതത്തില്ലല്ലോ, എനിക്കിവിടെ സുഖമാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബഹുമാനപൂർവ്വം നമ്മൾ എഴുതുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിയ മാറ്റിയിട്ട് ആദരണീയ, ആരാണോ ആ സാറിൻ്റെ പേരിൽ ആ കവിയുടെ പേര് ശ്രീ എന്ന് പറഞ്ഞിട്ട് ആ കവി ആരാണോ, കവിയാണോ കവിയത്രിയാണോ അവരുടെ പേര് എഴുതുക. സപ്രേം നമസ്കാരം എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് എഴുതേണ്ടത് ഏക ഗാസ് ബാത് ബദാനക്കിൽ ഏക പത്രം, ഒരു കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുന്നത് എന്ന് പറയാം. പിന്നെ ബാക്കി ഭാഗത്തെ മിൽക്കറ ഒന്നും നമ്മൾ അവിടെ എഴുതണമെന്നില്ല. ആർക്കാണെങ്കിൽ ഒരു ഫോമൽ, അതായത് ഒരു
ഇപ്പം ഒരു കവിക്കാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്, ഒരു കവിക്കാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമുക്ക് അതൊക്കെ ഒഴിവാക്കാം കേട്ടോ. അവസാനത്തൊക്കെ ഒഴിവാക്കാം. ഇതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ആ ഡോട്ടുള്ളിടത്ത് കാര്യം എഴുതുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് അവിടെ നിർത്താം. പിന്നെ നമ്മൾ കവിതയെക്കുറിച്ചാണെങ്കിൽ കവിതയായിരിക്കും നമ്മൾ പിന്നെ കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോവായിരിക്കും. അതല്ല ഒരു ഫ്രണ്ടിന്, അതല്ലെങ്കിൽ ഇപ്പം ഹാഷിക്ക് കഹാനിക്കകത്ത് നമ്മൾ കണ്ടായിരുന്നു, അതിനകത്ത് പ്രൊഫസറിൻ്റെ പത്നി മോൾക്കൊരു ലെറ്റർ എഴുതുന്നു. അങ്ങനെ ഓരോ ചാപ്റ്ററിനകത്തും നമ്മൾ ആ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ അറിയിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാധാരണ കഹാനിക്ക് അല്ലെങ്കിൽ യാത്രാ വിവരണം ആയിക്കോട്ടെ, അങ്ങനെയുള്ളതിനകത്തു നിന്നൊക്കെ വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഇതുപോലെ ഒരു ലെറ്റർ എഴുതാം. ഇനി അഥവാ ഒരു ഫോമൽ, ഞാൻ ഉദ്ദേശിച്ചത് ഒരു റൈറ്ററിനോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ മാത്രം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പാറ്റേൺ, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആ ഡോട്ടുള്ളിടത്ത് നമ്മുടെ എന്താണോ കാര്യം അത് എഴുതി വെക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചെഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഇപ്പോൾ ഡയറിയാണ്, എന്താണ്, ആരെഴുതുന്ന ഡയറിയാണ്, എന്താണ് അവിടെ നടന്നത്, ഇല്ല എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത് അത് ഓർത്തോണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലെറ്റർ ആണെങ്കിൽ ആർക്ക് എഴുതുന്നു, എന്ത് കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിന് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പാഠപുസ്തകം വായിച്ചിട്ട് വേണം പോകാൻ. എന്നാൽ ഈ വരി കാണുമ്പോൾ ഇത് ഏത് ചാപ്റ്ററിനകത്തെയാണ്, ഇത് ഏത് കഥാപാത്രം ആയിരിക്കും, നമുക്ക് അങ്ങനെ ഓർത്തിരുന്ന് കളയാൻ സമയമില്ല. നമ്മൾ കറക്റ്റ് പാറ്റേൺ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുകൂടെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 4 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും ഈ ഒരു പാറ്റേൺ നോക്കിയിട്ട് പോവുക. താങ്ക് യു.